എന്നിട്ട് ആ ചരക്കിന് വില നിശ്ചയിക്കണമെന്നും നിശ്ചയിക്കപ്പെടുന്നതോടുകൂടി ലോകത്തുള്ള മുഴുവൻ വെള്ളവും ഞങ്ങളുടെ കീഴിലായിരിക്കണമെന്നും ഇന്ന് സാമ്രാജ്യത്വ ശക്തികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനാവശ്യമായ ജലനയം അവർ രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. 1992 2002 നമ്മുടെ കേരളത്തിൽ പോലും നടപ്പിലാക്കാൻ പോകുന്ന ജലനയം സാമ്രാജ്യത്തെ കുത്തകളുടെ താൽപര്യം പരിഗണിക്കുന്നതായിരുന്നുവെന്നും ADBയുടെ ആഗ്രഹങ്ങളിലായിരുന്നു അത് ഉണ്ടാക്കിയത് എന്നും ഇപ്പോൾ LDF അധികാരത്തിൽ വന്നപ്പോൾ വീണ്ടും വഴിതെറ്റിക്കൊണ്ടുവന്ന ആ ജലനയം അതിശക്തമായ പ്രതിഷേധങ്ങളിലൂടെ തൽക്കാലം ചർച്ചയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. വെള്ളത്തിന് വില നിശ്ചയിക്കുമോ? നിങ്ങൾ ഓർത്തു നോക്ക്, ഒരു ലിറ്റർ പാലിന്റെ വില എത്രയാണ്? 1 ലിറ്റർ വെള്ളത്തിന്റെ വില എത്രയാണ്? വളരെ ഗൌരവത്തിൽ ഇത് കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ കിണറിൽ നിന്ന് നമ്മൾ വെള്ളം മുക്കണമെങ്കിൽ നമ്മുടെ കിണറിൽ ഉപയോഗിക്കുന്ന മോട്ടോറുകൾക്ക് വരെ മീറ്റർ വെച്ചുകൊണ്ട് ആ വെള്ളത്തിന്റെ ഉടമാവകാശം മറ്റുള്ളവർക്ക് നൽകപ്പെടുന്ന വ്യവസ്ഥകൾ നമ്മുടെ രാജ്യത്ത് വരാൻ പോവുകയാണ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിനെ കുറിച്ച് പറയുമ്പോൾ ADBയുടെ ഫണ്ട് വാങ്ങുന്ന ഒരു പ്രശ്നം ഇവിടെ UDF ഗവൺമെന്റ് ഭരിക്കുന്ന കാലത്തുണ്ടായിരുന്നു. 5 കോർപ്പറേഷനുകൾ ADBയുടെ ഫണ്ട് വാങ്ങാൻ തീരുമാനിച്ചപ്പോ ആ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ADB വെച്ച നിബന്ധനകൾ നമ്മുടെ കേരളത്തിൽ ചർച്ച ചെയ്തിരുന്നു. എന്തായിരുന്നു ആ നിബന്ധനകൾ? നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ സാധാരണക്കാരൻ റോട്ടിൽ നിന്ന് ടാപ്പിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കുന്നുണ്ടല്ലോ, ആ വെള്ളമുണ്ടല്ലോ അതിന് വില കൊടുക്കണം. ഇനി മുതൽ ടാപ്പിൽ മീറ്റർ ഘടിപ്പിച്ചുകൊണ്ട് അതിന് വില ഈടാക്കുന്ന ഒരു വ്യവസ്ഥ ഇവിടെ ഉണ്ടാകണം. വെള്ളത്തിന് വില നിശ്ചയിക്കണം. ആർക്കും തന്നെ വെള്ളം കൊടുക്കാൻ പാടില്ല. വെള്ളം ഒരിക്കലും തന്നെ പണമില്ലാത്തവന് കൊടുക്കാനുള്ളതല്ല, പണമുള്ളവന് മാത്രമേ വെള്ളം കുടിക്കാൻ അർഹതയുള്ളൂ എന്ന് ADB പ്രഖ്യാപിച്ചപ്പോ ആ ADBയുടെ ഉദ്യോഗസ്ഥന്മാർ കേരളത്തിൽ വന്നപ്പോ അവരെ തടഞ്ഞു നിർത്തിയിരുന്ന ഒരു ഇടതുപക്ഷ യുവജന സംഘടനയായ DYFI സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് അന്ന് തന്നെ ADBക്കെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചിരുന്നു. അന്ന് DYFI ADBയുടെ ഉദ്യോഗസ്ഥന്മാരെ തടഞ്ഞു വെച്ചിരുന്നു. പക്ഷേ ഇത് നിങ്ങൾ അറിയുമല്ലോ, ADBയുമായിട്ട് വീണ്ടും LDF ഗവൺമെന്റ് കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. ADBയുമായിട്ട് കരാറിൽ ഒപ്പുവെച്ചപ്പോ ഇന്നലെയും മിഞ്ഞാന്നുമൊക്കെയായ DYFIയുടെ സംസ്ഥാന നേതാക്കന്മാര് ഗവൺമെന്റിനോട് പറയുന്നു, നിങ്ങൾ മുന്നോട്ട് പോവുക, ADBയുടെ കരാറുമായിട്ട് മുന്നോട്ട് പോവുക, നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമാണ് എന്ന് ഇപ്പോൾ DYFI പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, ADBയുമായി നിങ്ങൾ നടത്തിയ ധാരണയുണ്ടല്ലോ, ഗവൺമെന്റ് നടത്തിയ ധാരണയുണ്ടല്ലോ, ആ ധാരണകൾ നമ്മൾക്ക് ഓരോന്നോരോന്ന് പത്രങ്ങളുടെ മുമ്പിൽ പത്രങ്ങളിലൂടെ കേരളീയ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു വെക്കാൻ നിങ്ങൾ സന്നദ്ധതയുണ്ടോ? ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഞങ്ങളുടെ ഘടകകക്ഷിയായ CPIയും AIYFും ഒക്കെ ശക്തമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റും ADBയുമായുള്ള നിങ്ങളുടെ ധാരണയ്ക്കെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, LDF ഭരിക്കുമ്പോ ADB കരാറിൽ ഒപ്പുവെച്ച UDF ഭരിക്കുമ്പോ ADB കരാറിൽ ഒപ്പുവെച്ചാൽ അതിന്റെ ഉദ്യോഗസ്ഥന്മാരെ തടഞ്ഞു നിർത്തുന്ന DYFIക്ക് എന്തുകൊണ്ട് LDF ഭരിക്കുമ്പോ അതിനെതിരെ അക്ഷരം മുറിയാടാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല ADBയെ പൂവിട്ട് സ്വീകരിക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മുടെ നാട്ടിലെ യുവജന സംഘടനകൾ അധികാര രാഷ്ട്രീയത്തിനപ്പുറം, കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം, അവസരവാദ രാഷ്ട്രീയത്തിനപ്പുറം അജണ്ടകളില്ലാതെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. അവരുടെ സകലമായ ദൗർബല്യങ്ങളുമാണ് യഥാർത്ഥത്തിൽ ഇവിടെ പ്രകടമായിരിക്കുന്നത്. ഇന്ന് വെള്ളത്തിന് വില നിശ്ചയിക്കപ്പെടുന്ന ADBയുടെ തത്വശാസ്ത്രമാണ് യഥാർത്ഥത്തിൽ ഈ കരാറിലൂടെ നടപ്പിലാക്കാൻ പോകുന്നത്. പൊതുവഴിയിൽ നിന്ന് നിങ്ങളിപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിനും വില നിശ്ചയിക്കുന്ന കാലമാണ് വരാൻ പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്താണ് ഇവർ പലയിടങ്ങളിലും കാണിക്കുന്നത്? താരതമ്യേന UDF ഗവൺമെന്റിനെ അപേക്ഷിച്ച് സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നവർ എന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന LDF ഇപ്പോൾ സാമ്രാജ്യത്വത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുകയാണ്. സിംഗൂരിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ടാറ്റാച്ചി കമ്പനി എന്ന് കേൾക്കുമ്പോ ഇവരതിന്റെ മുമ്പിൽ കമിഴ്ന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പശ്ചിമ ബംഗാളില് ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ്, കൃഷിഭൂമിയാണ് ടാറ്റാച്ചി കമ്പനിക്ക് ഇവർ എഴുതി കൊടുത്തത്. സ്വദേശത്തും വിദേശത്തുമുള്ള കമ്പനിക്കാരെയും സാമ്രാജ്യത്തെ കുത്തകളെയും MNCകളെയും ഭൂമിട്ട് സ്വീകരിക്കുകയും അതിലൂടെ തങ്ങളുടെ പാർട്ടി സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നിടത്തേക്ക് LDF പദപ്പതിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സിംഗൂരിൽ എന്താണ് സംഭവിച്ചത്? ഭൂമി കയ്യേറിയതിനെ കുറിച്ച് അവിടെ ഉത്തരവാദപ്പെട്ട നേതാവ്, അഖിലേന്ത്യാ നേതാവ് പറയുന്നത് വളരെ ബാലിശമായ മറുപടിയാണ്. നമ്മൾ അവരെ വഴിയാധാരമാക്കുന്നില്ല, അവർക്ക് അർഹമായ നഷ്ടപരിഹാരം കൊടുക്കുന്നു. ഇതായിരുന്നു നിങ്ങളുടെ തത്വശാസ്ത്രം, ഇതായിരുന്നു നിങ്ങളുടെ തത്വശാസ്ത്രം. നമ്മുടെ രാജ്യത്തുള്ള കാർഷിക മേഖല, കൃഷിഭൂമി, ആ കൃഷിഭൂമിക്ക് നഷ്ടപരിഹാരം കൊടുത്ത് ആ കൃഷിഭൂമി ഏറ്റെടുത്ത് അവിടെ വ്യവസായങ്ങൾ വരുന്നതിനോട്, ഫാക്ടറികൾ വരുന്നതിനോട് ഇതായിരുന്നു നിങ്ങളുടെ നിലപാട്.
എന്നിട്ടിപ്പോൾ ടാറ്റാ ടീ കമ്പനിക്ക് കാർ ഫാക്ടറി ഉണ്ടാക്കുന്നതിന് വേണ്ടി, കാർ നിർമ്മാണ കേന്ദ്രങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി പശ്ചിമ ബംഗാളിലെ കൃഷിഭൂമി മുഴുവനും തീരെഴുതി കൊടുത്തിട്ട് എന്നിട്ടിപ്പോൾ LDFന്റെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞങ്ങളത് തീരെഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതായല്ലോ കേരളത്തെ പഠിപ്പിച്ചത്, നിങ്ങൾ ഇതല്ലല്ലോ ഇന്ത്യയെ പഠിപ്പിച്ചത്. കൃഷിഭൂമിക്ക് ആര് തന്നെ വില നിശ്ചയിച്ചാലും അവിടെ കൃഷി ഇറക്കണം, അതാണ് ആവശ്യമെന്നും ഭക്ഷ്യവസ്തുക്കളുടെ നാശം നമ്മുടെ രാജ്യത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും കർഷകന് സകലമായ പിന്തുണ കൊടുത്തുകൊണ്ട് കാർഷിക മേഖല ധന്യമാക്കണമെന്നും പഠിപ്പിച്ചതിനു ശേഷം ഇപ്പോൾ നിങ്ങൾ ബഹുരാഷ്ട്ര കുത്തകകൾക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, സകല രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും തന്നെ ഇപ്പോൾ സാമ്രാജ്യത്വത്തിന് വേണ്ടി ഏജൻസി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന കുടിവെള്ളത്തിന് വരെ ഇന്ന് വില നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണ്. കുടിവെള്ളം മാത്രമല്ല, പ്രത്യേകിച്ച് വേൾഡ് വാട്ടർ കമ്മീഷൻ എന്ന ആശയം നമ്മൾ സ്വീകരിക്കുന്നതോടുകൂടി, അത്തരമൊരു പദ്ധതി നമ്മൾ സ്വീകരിക്കുന്നതോടുകൂടി ജലവിഭവ മേഖലയിൽ സ്വകാര്യ പൊതുമേഖല പങ്കാളിത്തം പ്രചരിപ്പിക്കുന്ന ഒരു പദ്ധതി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ തുടങ്ങിയതോടുകൂടി 2002 ഏപ്രിൽ 1 ഇന്ത്യയിൽ പുതിയ ജലനയം ആവിഷ്കരിക്കുകയും അങ്ങനെ 30-ൽ പരം നഗരങ്ങളിൽ ജലവിതരണം കുത്തകകൾക്ക് കൈമാറുകയും ചെയ്തു നമ്മുടെ രാജ്യം. നിങ്ങൾക്കറിയാമല്ലോ ജലനിധിയെക്കുറിച്ച് നിങ്ങൾ കേട്ടപ്പോ നിങ്ങൾ വല്ലാതെ സന്തോഷിച്ചു പോയി. ഞങ്ങൾക്ക് വെള്ളം കിട്ടാൻ പോവുകയാണ്. പക്ഷേ ജലനിധി ആരുടെ പദ്ധതിയാണ്? വേൾഡ് ബാങ്കിന്റെ പദ്ധതിയാണ്. എന്തിനാണ് ഈ പദ്ധതി? ഓരോ പ്രദേശത്തും ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തുകൾ നമുക്ക് കുടിവെള്ളം നൽകുന്നുണ്ടെങ്കിൽ ഇനി മുതൽ പഞ്ചായത്ത് നമുക്ക് കുടിവെള്ളം തരാൻ പാടില്ല. നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ ഒരുമിച്ചുകൂടി നിങ്ങളൊരു സംഘടന രൂപീകരിച്ച് ആ സംഘടനയിൽ നിങ്ങൾ ഓരോരുത്തരും കൃത്യമായ ഫീസെടുത്ത് കാശെടുത്തിട്ട് നിങ്ങൾ തന്നെ ഒരു കുടിവെള്ള പദ്ധതി ആരംഭിക്കുന്നു. പലയിടത്തും ജലനിധി പദ്ധതി പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് പദ്ധതി പൊളിയുന്നത്? പദ്ധതി പൊളിയാനുള്ള കാരണം കാശുള്ളവർക്കാണ് വെള്ളം. കിണറിൽ വെള്ളം പറ്റിയാൽ വീണ്ടും കിണർ കുഴിക്കാൻ സാമ്പത്തിക ശേഷിയുള്ള ഘടകങ്ങൾക്കാണ് വെള്ളം. കരണ്ടിന്റെ ചാർജ് അടക്കാൻ കഴിയുന്നവർക്കാണ് വെള്ളം. മോട്ടോർ കേടുവന്നാൽ അത് നന്നാക്കാൻ ശേഷിയുള്ളവർക്കാണ് വെള്ളം. മോട്ടോർ നന്നാക്കാൻ ശേഷിയില്ലാത്തവർക്ക് വെള്ളമില്ല. കരണ്ടിന്റെ ബില്ലടക്കാൻ കഴിയാത്തവർക്ക് വെള്ളമില്ല. അതേ സന്ദർഭത്തിലോ നമ്മുടെ പഞ്ചായത്തിന്റെ ജലവിതരണ സമ്പ്രദായമുണ്ടല്ലോ, നമ്മുടെ ഗവൺമെന്റിന്റെ ജലവിതരണ സമ്പ്രദായമുണ്ടല്ലോ, ആ സമ്പ്രദായത്തെ ജലനിധി വിഴുങ്ങിക്കളഞ്ഞു. എന്നിട്ടിപ്പോൾ പഞ്ചായത്ത് മാറി നിൽക്കുന്നു. നമ്മുടെ പ്രാദേശിക തലത്തിലുള്ള മുഴുവൻ ഭരണകൂടങ്ങളും മാറി നിൽക്കുന്നു. എന്നിട്ട് ലോകബാങ്ക് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച ജലനിധിയോ പരാജയപ്പെട്ട് പൊളിഞ്ഞു പോവുകയും ചെയ്യുന്നു. ഇവിടെയാണ് പണമുണ്ടോ നിങ്ങളുടെ കയ്യിൽ എങ്കിൽ നിങ്ങൾ വെള്ളം കുടിച്ചാൽ മതി, പണമില്ലെങ്കിൽ നിങ്ങൾ വെള്ളം കുടിക്കേണ്ടതില്ല എന്ന മുതലാളിത്തത്തിന്റെ ആശയം പ്രായോഗിക തലത്തിൽ നിന്ന് നമ്മുടെ നാട് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നമ്മൾ അനുഭവിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കയ്യിൽ പണമുണ്ടോ, നിങ്ങളുടെ കുട്ടികൾക്ക് മാർക്കുണ്ടോ എന്നുള്ളതല്ല. നിങ്ങളുടെ കുട്ടികൾക്ക് എത്ര തന്നെ മാർക്കുണ്ടെങ്കിലും, നിങ്ങളുടെ കുട്ടി റാങ്ക് ഹോൾഡർ ആണെങ്കിലും, നിങ്ങളുടെ കുട്ടിക്ക് ഉപരിപഠനത്തിന് വേണ്ടി മുന്നോട്ട് പോകാൻ സാധിക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ലക്ഷക്കണക്കിന് രൂപ നിങ്ങളുടെ കൈവശമില്ലെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടതില്ല എന്നാണ് ഇന്ന് നമ്മുടെ ഗവൺമെന്റുകൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് രോഗം ബാധിക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള മൾട്ടിനാഷണൽ ആശുപത്രികൾ കൊണ്ടുപോയി ചികിത്സിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? എങ്കിൽ മാത്രം അതിനുള്ള പണം നിങ്ങളുടെ കയ്യിലുണ്ടോ എങ്കിൽ നിങ്ങൾ ചികിത്സിക്കുക. നിങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിൽ നിങ്ങൾ കിടന്ന് ചത്തോ മരിച്ചുപോയിക്കോ എന്നാണ് നമ്മുടെ ഗവൺമെന്റുകൾ